പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. LD മാത്രമായിട്ട് കോടതികളിൽ സിവിലും ക്രിമിനലും ചേർന്ന് 2000-ലേറെ ഒഴിവുകൾ പുതുതായി സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ സെപ്റ്റംബർ 23 മാതൃഭൂമി പത്രത്തിൽ കണ്ടു. അതിൽ ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, OA അതായത് ഓഫീസ് അറ്റൻഡർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് 1000-ലേറെ ഒഴിവുകൾ സൃഷ്ടിക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ധാരാളം ക്ലർക്കുമാരെ നിയമിക്കണമെന്നും അത് 2025 LGS, LDC എന്നീ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും തന്നെ ഒഴിവുകൾ നിർത്തണമെന്നും കോടതി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 2025 LGS, LDC ലിസ്റ്റിലുള്ള എല്ലാവർക്കും സന്തോഷിക്കാം. കാരണം ധാരാളം ഒഴിവുകളാണ് കോടതിയിൽ നിന്നും തന്നെ അവർ ഉണ്ടാക്കാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് PSC LGSൻ്റെ അഡ്വൈസ് ആദ്യമായിട്ട് അയച്ചത്. 24 ഒഴിവുകളാണ് ആദ്യം നികത്തിയത്. അതിൽ 7 ഫ്രഷ്, 5 NJD, അൺഫിൽഡ് DA 12, അങ്ങനെ 24. ആകെ 4 ജില്ലകളിലാണ് അഡ്വൈസ് അയച്ചിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്. ഇനി കൊല്ലത്ത് 5 ഒഴിവുകളാണ് നികത്തിയിരിക്കുന്നത്. ഫ്രഷ് 2 എണ്ണം, NJD 3 എണ്ണം. പത്തനംതിട്ടയിലെ 9 ഒഴിവുകൾ, അതിൽ ഫ്രഷ് 8 എണ്ണം, NJD 1 എണ്ണം. പാലക്കാട് 3 ഒഴിവുകൾ, ഫ്രഷ് 2 എണ്ണം, NJD 1 എണ്ണം. ഇനി പ്രൊമോഷൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയെന്ന് പറയാം. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഹോമിയോ, PWD എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രൊമോഷൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളതാണ്. കൂടാതെ കോടതി, റവന്യൂ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്ത്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അഡ്വക്കേറ്റ്സ് ജനറൽ ഓഫീസ്, മോട്ടോർ വാഹന വകുപ്പുകൾ, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രൊമോഷൻ സാധ്യത കൂടുതൽ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഈ വകുപ്പുകൾ എല്ലാ ജില്ലകളിലും ഓഫീസുണ്ട്. അതുപോലെ സ്ഥിരമായി സ്റ്റാഫ് റൊട്ടേഷൻ, പ്രൊമോഷൻ എന്നിവ നടക്കുന്നത് കൊണ്ടാണ് എല്ലാ വർഷവും ധാരാളം ഒഴിവുകൾ ഉണ്ടാകുന്നതും നിയമനങ്ങൾ നടക്കുന്നതും. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ AEO DO ഓഫീസുകളിൽ കൂടുതലും ഒഴിവുകൾ ഉണ്ടാകുന്നത് LDC ഒഴിവുകളാണ്. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, VHSC ഓഫീസുകളിൽ കൂടുതലും LGS ഒഴിവുകളാണ് ധാരാളം ഉണ്ടാകുന്നത്. ഇനി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽസ്, PHSCകൾ, CHSCകൾ, DMO ഓഫീസുകൾ എന്നിവിടങ്ങളിൽ LDCയുടെയും LGSൻ്റെയും ഒഴിവുകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് LGS നിയമനം LDCയേക്കാൾ കൂടുതലാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻസ്, അവിടെയും LDC, LGS ധാരാളം ഒഴിവുകളുണ്ട്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഗവൺമെൻറ് ഓൺഡ് ബോർഡുകൾ അല്ലെങ്കിൽ കോർപ്പറേഷൻസ്, പിന്നെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ജില്ലയിലും താലൂക്കിലൊക്കെ ഓഫീസുകളുണ്ട്. അവിടെയൊക്കെ ധാരാളം LGSൻ്റെ ഒഴിവുകൾ വരാവുന്ന സ്ഥലങ്ങളാണ്. ഗവൺമെൻറ് കൺട്രോൾഡ് കോർപ്പറേഷൻസ് അതായത് വെബ്കോ, മാർക്കറ്റിംഗ് ഫെഡറേഷൻ, KSCSE എന്നൊക്കെ പറയുന്ന ഗവൺമെൻറ് കൺട്രോൾഡായ കോർപ്പറേഷൻസിലൊക്കെ ധാരാളം LGSൻ്റെ ഒഴിവുകളുണ്ടാകും. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലൊക്കെ ധാരാളം LGS ഒഴിവുകളുണ്ടാകും. സാധാരണയായിട്ട് PSC നോട്ടിഫിക്കേഷനിൽ KSCS എന്ന് വരുമ്പോൾ അത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അഥവാ സംസ്ഥാന തല സഹകരണ സ്ഥാപനങ്ങൾ. ഇതിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരള ബാങ്ക് എന്നാണ് അർത്ഥം. 2025 LDCയും LGSലും ഏറ്റവും കൂടുതൽ നിയമന സാധ്യതകൾ ഉള്ള മേഖലകൾ ഈ പറഞ്ഞ ഓരോ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്ന സ്ഥാപനങ്ങൾ ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റിങ്ങൊക്കെ കൂടി കഴിയുമ്പോൾ കൂടുതൽ ഒഴിവുകൾ വരുന്ന സ്ഥാപനങ്ങളിൽ RTI വഴിയായിട്ട് നിങ്ങൾ ഒഴിവുകൾ എത്ര ഒഴിവുകളുണ്ടെന്ന് ചോദിച്ച് നിങ്ങൾ എത്രത്തോളം ഒഴിവുകൾ കണ്ടെത്താവോ അത്രയും ഒഴിവുകൾ കണ്ടെത്തി PSCക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ വേഗം എടുത്തുകൊണ്ടിരിക്കും.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഏറ്റവും വേഗം തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓടി നടന്ന് പരിശ്രമിക്കണം. ഓരോ ജില്ലകളിലും ഉള്ള ഇപ്പോൾ ഞാൻ മുൻ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ RTA കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും വേഗം ചെയ്യേണ്ടത്. ഒഴിവുകൾ സാധാരണ 2 വിധത്തിലാണ് ഉള്ളത്. ഫ്രഷ് ഒഴിവുകളും NGD ഒഴിവുകളും. ഫ്രഷ് ഒഴിവുകളെന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ രാജിവെക്കണ, അല്ലെങ്കിൽ ഒരാൾ റിലീവിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടി പോകുന്നു, പിന്നെ പുതിയ തസ്തികകൾ അനുവദിച്ചിട്ടുണ്ടാകുന്ന ഒഴിവുകൾ, അങ്ങനെയുള്ള ഓരോ ഒഴിവുകളും ആണ് ഫ്രഷ് ഒഴിവുകൾ എന്ന് പറയുന്നത്. NGD ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ നോൺ ജോയിനിങ് ഡ്യൂട്ടി. അതായത് ഒരാളെ PSC അഡ്വൈസ് ചെയ്തു, പക്ഷേ അയാൾക്ക് ആ ജോലി വേണ്ട, അയാൾക്ക് ഇതിനേക്കാളും നല്ല ജോലിയുണ്ട്, അത് കിട്ടിയതിന് ശേഷമായിരിക്കും ഈ കിട്ടണ ജോലി. അപ്പോൾ അയാൾ ആ ജോലിയിൽ ജോയിൻ ചെയ്യുന്നില്ല. ആ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അത് NGD ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ഒഴിവ് NGD ആയിട്ട് മാറുന്നതിന് ഒരു 4-5 മാസം പിടിക്കും. അപ്പോഴേക്കും ഒന്നില്ലെങ്കിൽ ആ ലിസ്റ്റ് തീർന്നു പോകും. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ലിസ്റ്റിൽ നിന്നുമായിരിക്കും ആ NGDയിലേക്കുള്ള ഒഴിവുകൾ നിർത്തുന്നത്. അപ്പോൾ NGD ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിക്കാണോ NGD ആയിട്ട് ഒഴിവ് കിട്ടിയിരിക്കുന്നത്, ഒഴിവ് ഉണ്ടായിരിക്കുന്നത്, ആ കാറ്റഗറീനെ മാത്രമേ അടുത്ത ലിസ്റ്റിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ലിസ്റ്റിൽ നിന്നും കയറ്റുകയുള്ളൂ. അപ്പോൾ NGD ഒഴിവുകൾ ആകാതെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാനത് മുൻപത്തെ വീഡിയോയിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് റീലിംഗ്വിഷ്മെൻറ്റ് ലെറ്റർ നിങ്ങൾ ഓൾറെഡി ആ ഉദ്യോഗാർത്ഥിയിൽ നിന്നും വാങ്ങിച്ചിട്ട് PSCയിൽ ഹാജരാക്കിയാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും അയാൾ ഡിലീറ്റ് ആക്കപ്പെടും. അപ്പോൾ ആ ഒഴിവ് കിട്ടുന്നത് അടുത്ത ആൾക്കാണ്. അപ്പോൾ വേഗം തന്നെ ജോലി കിട്ടും. അതല്ല, ആ ഒഴിവ് റീലിംഗ്വിഷ്മെൻറ്റ് ലെറ്റർ വഴിയായിട്ട് ഹാജരാക്കിയില്ലെങ്കിൽ 4-5 മാസം പിടിച്ചിട്ടാണ് NGD ആണത്. അപ്പോഴേക്കും നിങ്ങളുടെ സാധ്യതകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്ത ലിസ്റ്റിൽ നിന്നുള്ള ആളാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടി പറയാൻ ഉദ്ദേശിച്ചത്. ഇനി വേറെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വാർത്തകളുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.